ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അസാസിൻ തന്റെ ഭാര്യയോടൊപ്പം വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തില് ഭാര്യയുടെ ഫ്രണ്ടിന്റെ മകളെ ആൾക്കൊന്ന് ജസ്റ്റ് ഒരു ബേബി സിറ്റർ പോലെ ആളെ നോക്കേണ്ടി വരികയാണ്. ആൻഡ് അതിനിടയിൽ ഉണ്ടാവുന്ന ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് ഈ ഒരു പ്ലോട്ട് നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇത് പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് പഴകിയ ഒരു പ്ലോട്ട് അല്ലേന്ന് തോന്നും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയും അതിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫി, സിറ്റുവേഷൻസ് ആൻഡ് ഈ ക്യാരക്ടറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്സ്. പ്രത്യേകിച്ച് ജാങ് ഹ്യൂക്കിന്റെ ആ ഒരു പെർഫോമൻസ്. കാരണം ഇതൊന്നും ഒന്നുമല്ല വരണോടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലുള്ള എന്താ പറയാ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ആളിങ്ങനെ നടക്കുന്നതും ആൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമേനെ മെയിൻ ആയിട്ട് പിടിച്ചെടുക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങളൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള വേയില് കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി കൊണ്ടും മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വർത്ത് ദ വാച്ച് എന്ന് തന്നെ പറയാവുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഈ പടത്തിൽ എടുത്തു പറയേണ്ടത് നമ്മൾ